അങ്ങനെ ലാലേട്ടനെ ചതിച്ച് ലാലേട്ടനെ ചതിച്ച് ലാലേട്ടനെ ചതിച്ച് ലാലേട്ടനെ ചതിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചതിച്ച് ഗംഭീരമായ ചതി. ഈ ആദ്യ ചതി ലാലേട്ടനോട് ചെയ്യാൻ പാടില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ ചതിച്ചിട്ടുണ്ടോ? എന്താണ് ലാലേട്ടനെ ചതിച്ച് മഹേഷിന്റെ പ്രതികാരം എന്നൊക്കെ പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ലാലേട്ടന്റെ റോള് എന്താണ് എന്ന് അറിയാതെയാണോ ഒരു സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കാറ്? ഒരിക്കലും ലാലേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കാണ്ട അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാണ്ട ഒന്നുമല്ല. ലാലേട്ടൻ സ്ക്രിപ്റ്റും അതിലെ കഥാപാത്രം എന്താണെന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഏതൊരു സിനിമയിലായാലും ലാലേട്ടൻ അഭിനയിക്കുന്നത്. അപ്പൊ ഇതിന് മുൻപ് ഇറങ്ങിയ ബബ്ബബ് ആയാലും അല്ലെങ്കിൽ അതിന് മുന്നേ ജില്ല, അങ്ങനത്തെ ഏത് റോളുകൾ എടുക്കുകയാണ് വെച്ചെങ്കിലും ഏതൊരു സിനിമ എടുക്കുകയാണ് വെച്ചെങ്കിലും ലാലേട്ടന് അത് വ്യക്തമായി മനസ്സിലാക്കി വ്യക്തമായും പഠിച്ചതിന് ശേഷം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അഭിനയിക്കുന്നത്. ലാലേട്ടൻ എന്ന് മാത്രമല്ല, ഏതൊരു താരമായാലും എന്താണ് ക്യാരക്ടർ റോള്, അതിന്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ്, അതിന്റെ ഡയലോഗ്സുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഏതൊരു നടനായാലും, അത് ലാലേട്ടൻ എന്ന് വേണ്ട ഏതൊരു നടനായാലും അഭിനയിക്കാൻ വേണ്ടി വരുന്ന അല്ലെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ കരാർ ഒപ്പിടുന്നത്. അതൊരു സത്യമായ കാര്യമാണ്. പിന്നെ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ലാലേട്ടനെ പറ്റിച്ചു, ലാലേട്ടനെ ചതിച്ചു, ലാലേട്ടനെ കൂടുതലായിട്ട് ഉപയോഗിച്ചില്ല, അങ്ങനെയല്ല തേങ്ങാണ് മാങ്ങാണ് ചപ്പാണ് ചവറാണ് ആലാക്കിന്റെ ഔലൂസും കഴിഞ്ഞാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലാലേട്ടൻക്ക് ഈ പാട്രിയറ്റ് എന്ന സിനിമയിൽ കൊടുത്ത റോള്, ആ റോള് ലാലേട്ടൻ അതിഭംഗിയായിട്ട് നിർവഹിച്ചു. പിന്നെ ആർക്കാണ് തൃപ്തിയാവാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൃപ്തിയാവാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ മാസ് ഡയലോഗുകളും അതുപോലെ മാസ് ആക്ഷൻ രംഗങ്ങളും ആ മുണ്ട് പറിച്ചിട്ടുള്ള അടിയും അങ്ങനത്തെ കൊലമാസ് ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക്, ഇങ്ങനെ ലാലേട്ടൻ്റെ കൊലമാസ് ലുക്ക് ആഗ്രഹിക്കുന്നവർക്കാണ് എന്തില്ലത് ഈ നെഗറ്റീവ് കമൻറ്റുകളും അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂസും നെഗറ്റീവ് വീഡിയോസും ആയിട്ട് വരുന്നത്. ലാലേട്ടന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിഗംഭീരമായിട്ട് തന്നെ ലാലേട്ടന്റെ പെർഫോമൻസ് ഉള്ളത്. ലാലേട്ടന്റെ പെർഫോമൻസിനെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ലാലേട്ടന്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് അറിയുന്നതാണ്, മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ ലാലേട്ടൻ പുലിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ലാലേട്ടൻക്ക് കൊടുത്ത റോൾ എന്താണോ അത് ഗംഭീരമായി സിനിമയിലുള്ള ക്യാരക്ടർ റോൾ എന്താണോ ലാലേട്ടൻ കൊടുത്തത് അത് ലാലേട്ടൻ അതിഭംഗിയായിട്ട് അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ കഥയില്ലാണ്ട് ലാലേട്ടൻ എന്താക്കിയില്ല, ലാലേട്ടനെ ചതിച്ചു, ലാലേട്ടനോട് പ്രതികാരം ചെയ്തെന്ന് പറഞ്ഞു ഒരു കഥയില്ല. ലാലേട്ടന് കൊടുത്ത റോൾ എന്താണോ ലാലേട്ടൻ അതിഗംഭീരമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പേട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇപ്പോ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞു. പക്ഷെ എന്താ, ഈ പറയുന്ന പലരും എന്താക്കുന്നില്ല, പറയുന്ന പലരും സിനിമ കാണാത്തവരാണ്, അല്ലെങ്കിൽ അവര് വ്യക്തിവിരോധം കൊണ്ട് എന്നൊക്കെ. പിന്നെ ഓരോരുത്തരെ അഭിപ്രായങ്ങൾ വേറെ ലെവലായിരിക്കും. കാരണം എന്റെ കാഴ്ചപ്പാടാവില്ല മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്. അപ്പൊ ഓരോരുത്തരുടേതായ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഓരോരുത്തർക്ക് ഉണ്ട്. അത് വ്യക്തിപരമായ കാര്യമാണ്. അപ്പോ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇപ്പൊ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നു കഴിഞ്ഞാലും സിനിമ കാണുന്നവർ അത് സിനിമ കണ്ടിരിക്കും. പിന്നെ ഈ സിനിമ പ്രത്യേകിച്ച് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. അതിന്റെ എന്താ പറയാ, കഥയും അതിന്റെ കഥാപാത്രങ്ങളും അതിന്റെ ആ ഒരു മേക്കിംഗ് ശൈലിയും ആ ഒരു BGM ഒക്കെ കിട്ടണം എന്നുണ്ട് വെച്ചെങ്കിൽ, അതിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് ആസ്വദിക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. മമ്മൂക്കാക്ക് റോള് കൂടുതൽ കൊടുത്ത് മമ്മൂക്കാടെ റോൾ അങ്ങനെ ആക്കി മമ്മൂക്കാടെ റോൾ അതിന്റെ ആവശ്യമില്ല. ആർക്കൊക്കെ ക്യാരക്ടർ റോളുകൾ ആർക്കൊക്കെയാണോ കൊടുത്തത് അതൊക്കെ ഗംഭീരമായിട്ട് അതിഭംഗിയായിട്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഗംഭീരമായിട്ടുണ്ട്. മലയാളത്തിലെ താരരാജക്കന്മാരുടെ സിനിമയല്ലേ അത്, അഭിനയ ചക്രവർത്തിമാരുടെ അഭിനയ കുലപതിമാരുടെ സിനിമയാണ്. അപ്പൊ ആ സിനിമക്ക് എന്താവില്ല, അവർക്ക് കൊടുത്ത കഥാപാത്രങ്ങളുടെ റോള് അവർ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ ഉടനീളം അല്ലെങ്കിൽ മൊത്തത്തില് സിനിമ ഫുള്ളായിട്ട് തന്നെ അത് കാണാനുണ്ട് അത്ര ഭംഗിയായിട്ട്. പിന്നെ എന്താണ് മാസും മറ്റേ അതും ഇതും ചപ്പും ചവറൊന്നും ആഗ്രഹിച്ചു പോകരുത്. കാരണം
സിനിമ എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ സിനിമയുടെ റൂട്ടിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമാണ് ആ സിനിമ കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാനും എന്താണ് സിനിമ നമ്മോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് വെറുതെ ഒരു കഥ ഇല്ലാണ്ട് ഹലാക്കിന്റെ ഔലൂസും കഞ്ഞി എന്നുള്ള ലെവലിൽ പോയി കഴിഞ്ഞാൽ ഒരു കഥയില്ല. പണ്ടാരോ പറഞ്ഞ പോലെ അതായത് ഇത് അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല, ഇത് മറ്റേ വീണത് മറ്റേ എന്താ പറയാ, വീണത് മറ്റേ പണ്ടാരത്തിലെന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ചെല്ലുണ്ട്. സംഭവം ആ പഴഞ്ചൊല്ല് അല്ലെ ആ പരിപാടി ഞാൻ മറന്നുപോയി, അത് കാരണം കൊണ്ടാണ്. അപ്പോ സിനിമനെ പറ്റിയിട്ട് നെഗറ്റീവ് അടിക്കേണ്ട സിനിമ അതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നല്ല കളക്ഷൻസുമായിട്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കളക്ഷൻസിലൊന്നും യാതൊരു വിധ കുറവുമില്ല. ഇത് വെറുതെ നെഗറ്റീവ് കമന്റ് നെഗറ്റീവ് വീഡിയോസിട്ട് വരാക്കണ്ട. സിനിമ 100 കോടി കടക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. സിനിമ 100 അല്ല, 200 കോടി വേണമെങ്കിൽ കടക്കും. ആദ്യ പെർഫോമൻസും ആദ്യ ആക്ടർമാരുമാണ് ഇതിലുള്ളത്. പിന്നെ വെറുതെ കമന്റ് നെഗറ്റീവ് അടിച്ചിട്ട് ഒരു കഥയില്ല. സിനിമ കാണുക, ആസ്വദിക്കുക. പലരും പറഞ്ഞു ഒരു പ്രാവശ്യം കണ്ടിട്ട് ഇരിക്കാൻ പറ്റില്ല കേട്ടോ ഈ സിനിമ. സിനിമ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എൻജോയ്. എന്താണ് ആ കഥ പറയുന്നത്, അതാണ് പറയുന്നത്. എന്താണ് ആ കഥ നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. മനസ്സിലായോ? അപ്പോ ആ ചിന്ത നമുക്ക് വേണ്ടത് അത്യാവശ്യമാണ്. വെറുതെ ഒരു കഥ ഇല്ലാണ്ട് ഹലാക്കിന്റെ ഒരു സുഖജായിട്ട് ഒരു കഥയില്ല. അത് എങ്ങനെയാവും? ചക്ക എന്ന് പറഞ്ഞ മാങ്ങ, മാങ്ങ എന്ന് പറഞ്ഞ തേങ്ങ, തേങ്ങ എന്ന് പറഞ്ഞ ഒലക്ക, ആവുന്റെ ഹലാക്കിലെ ഔലുസുങ്കഞ്ഞ എന്ന് പറഞ്ഞ പോലെ ആവും. അപ്പൊ അത് നിൽക്കണ്ട, ചക്ക എന്ന് പറയാൻ നിൽക്കണ്ട, മാങ്ങ എന്ന് പറയാൻ പോലെ ഹലാക്കിന്റെ ഔലുസുഖഞ്ഞാണ്. സിനിമ കാണുക, ആസ്വദിക്കാം, അതാണ് എൻജോയ് ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മളെ കയ്യിലെ കാശ് കൊടുത്ത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോണതാണ്. നമ്മളത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കി സിനിമ കണ്ടിരുന്ന് ആസ്വദിക്കും. അത് തിയേറ്ററിൽ പോയിട്ട് തന്നെ ആസ്വദിക്കും. എന്നെങ്കിലാണ് അതിന്റെ ഒരു പവർഫുൾ, അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ലെവല് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ നിങ്ങളുടെ വിലപ്പേറിയ കമന്റുകൾ, അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നന്ദി, നമസ്കാരം.